ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വെള്ളക്കടലക്കറി ആയാലോ. അതിന് ഞാനിവിടെ കുതിർത്ത് വെച്ച കടല ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 തക്കാളി, 2 കഷ്ണം പട്ട എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ ജാറിലേക്ക് തന്നെ ഞാൻ വേവിച്ച് വെച്ച കടലയിൽ നിന്നും കുറച്ച് എടുത്ത് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കടല അടിച്ചതും കൂടി ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ വേവിച്ച കടലയിൽ ബാക്കിയുള്ള കടല നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. അടിപൊളി ടേസ്റ്റാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.